Are you ready to master funding and unlock new opportunities? Scan this QR code for details on our exclusive Funding Mastery program and explore more transformative programs on our website. Don't miss your chance to elevate your financial journey and start your path to success. Hi, welcome everyone. നമ്മൾ ബിസിനസ് ഫണ്ടിങ്ങിനെ കുറിച്ചാണ് നമുക്കിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ബിസിനസ് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ബിസിനസ് ഫണ്ടിങ് മെത്തേഡ്സ് നമ്മൾ പഠിക്കണം. ഫണ്ടിങ് മാസ്റ്ററി എന്ന് പറയുന്ന പ്രോഗ്രാമിനകത്ത് നമ്മൾ 140 ഫണ്ടിങ് ബാങ്കുകളല്ലാത്ത, ബാങ്കുകളിനെ പഠിപ്പിക്കുന്നില്ല, അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ബാങ്കുകളല്ലാത്ത ബിസിനസ്സിന് ഫണ്ട് കിട്ടാവുന്ന 140 മെത്തേഡ്സാണ് നമ്മൾ ഒരു 3-4 വർഷത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ റിസർച്ച് ടീം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയേക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു സ്റ്റോറി ആയിട്ട് പറയാമെന്ന് വെച്ചാൽ നമുക്ക് എയർബിഎൻബിയുടെ കഥ. 2008 എയർബിഎൻ ശരിക്കും അവർ തുടങ്ങിയത് തന്നെ ഒരു ട്രാവൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിട്ട് വെച്ചിട്ടാണ്. ഇപ്പോൾ ട്രാവലേഴ്സിനെയും അതുപോലെ തന്നെ താമസിക്കുന്ന ആൾക്കാരെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അഫോർഡബിൾ ആയിട്ട് വേൾഡ് വൈഡ് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കിയിട്ടാണ്. അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മോട്ടിവേഷൻ വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് 3 പേരാണ്. ബ്രയാൻ ചെസ്കി, ജോ ഗബിയ, നാഥൻ ക്ലബ്ചാൻസിക്. ഈ 3 പേരാണ്. ആക്ച്വലി ഇവർ ഒന്നിച്ച് പഠിച്ചിരുന്നവരൊക്കെയാണ്. ഇവരുടെ താമസിക്കുന്ന സ്ഥലത്തെ റെൻറ്റ് കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാതെ നിൽക്കുന്ന സമയത്താണ് ഇവർ എയർബിഎൻബി തുടങ്ങുന്നത്. ഓക്കെ, അപ്പം തുടങ്ങുമ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം, അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ജനത്തിന് അഫോർഡബിൾ ആയിട്ടുള്ള അക്കോമഡേഷൻ, നല്ല അക്കോമഡേഷൻ കിട്ടുന്നില്ല, പ്രധാനമായിട്ടും മേജർ ഈവൻറ്റുകൾ വന്നു കഴിഞ്ഞപ്പോൾ. അപ്പം അവർ കണ്ടെത്തിയൊരു കാര്യം, ഈ എയർ ബെഡ് സപ്ലൈ ചെയ്യാം. അപ്പം വീടുകളിൽ 2 റൂം എക്സ്ട്രാ ഉണ്ടെങ്കിൽ അവിടെ എയർ ബെഡ് കൊടുക്കാം. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് അവർ കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും കൊടുക്കും. അതുകൊണ്ടാണ് എയർബിഎൻബി, ബ്രെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ആയി തുടങ്ങി. അപ്പോൾ അത് ഇവരുടെ സ്റ്റാർട്ടപ്പ് ഏതാണ്ട് തുടങ്ങി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് US ഡെമോക്രാറ്റിക് കൺവെൻഷൻ വരുന്നത് സാൻ ഫ്രാൻസിസ്കോയിൽ. അപ്പോൾ ഈ 2 ലക്ഷം പേർക്ക് അവിടെ താമസിക്കാൻ സ്ഥലമില്ല, അവരിടത്തും അത് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ 2 ലക്ഷം പേർക്ക് താമസിക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ വീടുകളുള്ളവരോട് അഭ്യർത്ഥിച്ചു അവിടെ 1-2 റൂമുകൾ കൊടുക്കാൻ പറ്റും. അവർക്കെല്ലാം പൈസ കൊടുക്കും. അവിടെ എല്ലാം എയർ ബെഡ് കൊടുക്കും. അതോടൊപ്പം തന്നെ ഒരു ബോക്സിൽ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസൊക്കെ ബോക്സിലാക്കി കൊടുക്കും. അപ്പോൾ അത് വളരെ കാര്യമായിട്ട് മീഡിയ അറ്റൻഷനൊക്കെ വന്നു. അതിനുശേഷം അവർ ഫണ്ട് റേസിങ് തുടങ്ങി. അപ്പോൾ ഇയർലി ഫണ്ട് റേസിങ് അവർ തുടങ്ങി. അപ്പോൾ ഇവരുടെ ഈ മോഡലും വളർച്ചയും കണ്ടിട്ട് ഇവരെ സഹായിക്കാനായിട്ട് എത്തിയ സെക്കോയ ക്യാപിറ്റൽ, ലോകത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഈ ഫണ്ട് റേസിങ് ഹെൽപ്പ് കൊടുക്കുന്ന, അഡ്വൈസ് കൊടുക്കുന്ന കമ്പനിയാണ്. അവരാണ് ഈ എയർബിഎൻബിയെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സഹായിച്ചത്, ഈ ട്രാവൽ മേഖലയിലുള്ള വളർച്ച കണ്ടുകൊണ്ട്. അപ്പോൾ ആദ്യത്തെ ആ റൗണ്ടിൽ തന്നെ അവർ 1.5 ബില്യൺ 2015 അവർ ഫണ്ട് സെക്യൂർ ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചറും ബാക്കി ഫെസിലിറ്റിയൊക്കെ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ സ്കെയിലപ്പ് ചെയ്ത് ഗ്രോത്ത് തുടങ്ങി. നെക്സ്റ്റ് ഫണ്ടിങ് റൗണ്ടിലേക്ക് പോയി. വളരെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നു, നല്ല റിസൾട്ടായി. അപ്പം ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ആൾക്കാർക്ക് നല്ല റിട്ടേൺസ് കിട്ടും എന്നുള്ള ഒരു തോന്നലില്ലായിട്ടും വന്നു. വീണ്ടും അതിനെ പൊസിഷൻ ചെയ്ത് വളരെ യുണീക്കായിട്ട്, അപ്പം അവരുടെ സർവീസ് ഉപയോഗിച്ച ആൾക്കാർക്കെല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എവിടെ ചെയ്താലും ഒരു ലോക്കൽ അതോറിറ്റീസുമായിട്ടോടെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ അവർ ഏതാണ്ട് 2011 ആയപ്പോൾ തന്നെ യൂണിക്കോണായി. യൂണിക്കോൺ എന്ന് പറയുമ്പോഴത്തേക്കും $1 ബില്യൺ മാർക്ക് കടക്കുക. അപ്പോൾ അങ്ങനെ അവർ അതൊരു മേജർ മൈൽ സ്റ്റോൺ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഫണ്ടുകൾ അട്രാക്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അവരുടെ ഫ്യൂച്ചർ വിഷൻ വളരെ വലുതായിട്ട് എക്സ്പാൻഡ് ചെയ്തു. ഹോസ്പിറ്റാലിറ്റി ഏരിയയിൽ ഇപ്പോൾ ഇന്നും ഇന്ത്യയിൽ നമുക്കിപ്പം ചെറിയ സ്ഥലങ്ങളോ വീടുകളിലോ എവിടെ നമുക്ക് സ്ഥലം ഉണ്ടെങ്കിലും നമുക്കിത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ വരും. നമ്മൾ ദുബൈക്കൊക്കെ പോകുമ്പോഴത്തെ എയർബിഎൻബിക്കകത്ത് ബുക്ക് ചെയ്തിട്ട് പോകാം. ഞാൻ ഒരുപാട് പ്രാവശ്യം US എയർബിഎൻബിയിൽ കൂടെ ബുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സൗകര്യം നമുക്ക് ഒരു ഡീസൻറ്റ് കോസ്റ്റിൽ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് വളരെ നല്ല രീതിയിൽ ഹൗസിംഗ് താമസത്തിന് സൗകര്യത്തിന് ഒരു ഇത് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ഇവരിൽ നിന്ന് നമ്മൾ ഫൗണ്ടേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവർക്ക് ചെറിയ സെറ്റ് ബാക്ക് ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്നെല്ലാം അവർക്കൊരു റെസീലിയൻസ്, ഒരു തിരിച്ചുവരവ്, പിന്നെ ഒരു കമ്മ്യൂണിറ്റി ഫോക്കസ്, പിന്നെ വന്നവർ വീണ്ടും വീണ്ടും പറയാണ്. അപ്പം ഞാൻ എയർബിഎൻബിയുടെ ഒരു
കസ്റ്റമർ ആയതുകൊണ്ട് എനിക്ക് അവർ തന്നിട്ടുള്ള സൗകര്യങ്ങളെക്കുറിച്ച് എനിക്ക് ഇപ്പോഴും ഒരു അംഗീകാരമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇത് പറയുന്നത്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഇങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നൊരു ഇത് കിട്ടി, ആൾക്കാരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തു. ഇതൊരു അൺകൺവെൻഷണൽ ഐഡിയാസാണ്. അപ്പോൾ കമ്പനി ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുവരിക, എന്നിട്ട് ആൾക്കാരെ സൗകര്യമുള്ളവരെയും ചെറിയ ഹോട്ടൽസിനെയും വേണ്ട റൂം വേണ്ടവരെ ഒന്നിച്ച് കമ്പനി കൊണ്ടുവരിക, അതിൽ നിന്നൊരു യൂണിക്കോൺ ആകുക. അതൊരു വലിയ സംഭവത്തിലേക്ക് പോയി. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ സഖായോ ക്യാപിറ്റലിൻ്റെ സഹായമാണ് സഖായോ ക്യാപിറ്റലിന് സമാനമായിട്ട് പ്രവർത്തിക്കുന്ന വേറെ നിരവധി കമ്പനികളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ബിസിനസ് എന്തുകൊണ്ടാണ് കേരളത്തിൽ ബിസിനസ് വരും, ചെറിയ ചെറിയ ബിസിനസ്സുകൾ, വലിയ ബിസിനസ്സുകൾ വരാത്തത് ഇല്ല. നമ്മളിവിടുത്തെ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുള്ള ചെറുപ്പക്കാർക്ക് എങ്ങനെ ഉയരാൻ പറ്റുമെന്നുള്ളത് ഇങ്ങനെ ഒരു സഖോയ ക്യാപിറ്റൽ കൊടുക്കുന്ന പോലുള്ള സേവനങ്ങൾ കൊടുക്കുന്ന വേറെ ഒരുപാട് കമ്പനികളുണ്ട്. പക്ഷേ ഇവർക്ക് അതിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട്, അപ്പോൾ ചെല്ലുമ്പോഴേ ഈ കമ്പനികൾ ഫണ്ടിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കമ്പനികൾക്ക് ഓരോ മിനിറ്റും സമയത്തിന് വില കൊടുത്ത് അവരിയ്ക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നമ്മളെ ഇതുവരെ നമുക്ക് ബാലൻസ് ഷീറ്റ് അറിയത്തില്ല, ഇല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വായിക്കാൻ അറിയത്തില്ല, അതല്ലെങ്കിൽ നമുക്ക് അക്കൗണ്ട് മെയിൻ്റനൻസ് അറിയത്തില്ല, ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് റിസർച്ചിൻ്റെ റിസൾട്ട് കാണിക്കാനായിട്ടില്ല, ഇല്ല നമുക്കൊരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുക്കാനോ, ഇല്ലെങ്കിൽ ഇവരെ നമ്മുടെ ഫണ്ടേഴ്സിനെ നമുക്കൊരു ഇതെന്താണെന്നുള്ളൊരു സമ്മറി പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പവറിൻ്റെ കുറവോ, അതിലെ പിച്ചിടൊക്കെ നന്നായി അതിനുള്ള കഴിവ് കുറവൊക്കെ ചെറിയ കാര്യങ്ങളാണ്. ഈ ചെറിയ കാര്യം കൊണ്ട് സാധ്യത ഉണ്ടായിട്ടും അനവധി കമ്പനികൾ നമുക്ക് ഫണ്ട് മിസ് ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഫണ്ടിങ് മാസ്റ്ററി എന്ന് പറയുന്ന ഈ BMS 6 നമ്മൾ ചെയ്യുന്നത് ശരിക്കും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാങ്ക് ലോണുകളല്ലാതെ 140 വിവിധ രീതിയിലുള്ള ഫണ്ടുകൾ അവൈലബിളാണ്. അപ്പോൾ ഈ ഫണ്ട് കയ്യിലുള്ളവർക്ക് ആർക്കെങ്കിലും ഇത് ഫണ്ട് കൊടുത്ത് ലാഭകരമായ ബിസിനസ്സിൽ കൊടുക്കാനായിട്ട് അവർ ഒരുങ്ങിയിരിക്കുക, നമ്മളൊരു ആളെ കിട്ടാനായിട്ട്. എത്ര ഫണ്ട് വേണമെങ്കിലും നമുക്ക് കിട്ടാനായിട്ട് ലോകത്തിൽ സൗകര്യമുണ്ട്. അറബി ഫണ്ടുണ്ട്, ഇസ്ലാമിക് ഫണ്ടിങ് ഉണ്ട്, UK ഫണ്ടുണ്ട്, ഇങ്ങനെ നമുക്ക് ഒരുപാട് പെൻഷൻ ഫണ്ടുകളുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടുകളുണ്ട്, ഒരുപാട് ഫണ്ടുകൾ നമുക്ക് എടുക്കാവുന്നുണ്ട്. അത് ലോണല്ല, ഒന്നിനകത്ത് ലോണല്ല, ഇക്വിറ്റി കൊടുത്തുകൊണ്ട് തന്നെ ഉള്ളതാണ്. അപ്പോൾ നമുക്കത് തിരിച്ചടയ്ക്കുക എന്നുള്ളത് ബാധ്യത എന്നുള്ളത് കവിഞ്ഞ് അതൊരു ബാധ്യത വരുന്നില്ല, കാരണം അവർ തന്നെ കമ്പനി വലുതാക്കും. ഇതിനകത്ത് ഇവർ തരുന്ന ഒരുപാട് ഈ ഫണ്ട് എടുക്കുന്ന കൂടെ നമുക്ക് ഈ ഫണ്ട് തരുന്ന ആൾക്കാരുടെ ഇൻഫ്ലുവൻസും അവരുടെ ഡയറക്ഷനും അവരുടെ മെൻറ്റർഷിപ്പും അവരുടെ സഹായവും എല്ലാം കൂടെ കിട്ടുമ്പോൾ നമ്മുടെ പ്രസ്ഥാനം വളരെ വലുതാവും. അപ്പോൾ ഫണ്ട് വിത്ത് സപ്പോർട്ടാണ്. ഫണ്ട് കിട്ടിയാൽ നമ്മൾ വിജയിച്ചു എന്ന്, കാരണം അവർ ഗ്ലോബൽ പ്ലേയേഴ്സോ നാഷണൽ പ്ലേയേഴ്സോ ആണെങ്കിൽ അവരുടെ സപ്പോർട്ട് നമുക്കുണ്ട്. അപ്പോൾ അവരിലേക്ക് നമ്മൾ പോകുമ്പോൾ അവരിലേക്ക് പോകാനായിട്ട് ഒരുപാട് രംഗങ്ങളുണ്ട്. അപ്പോൾ ക്ലൂ ഒക്കെ ഞാൻ ക്ലാസ്സിലിരുന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെയ്യാനായിട്ട് പോകുന്ന ബിസിനസ്സിനെ കുറിച്ചൊരു സ്റ്റഡി, ഓരോ ബിസിനസ്സിനും നമുക്ക് മാർക്കറ്റ് റിസർച്ച് വിവിധ രീതിയിൽ. അപ്പം കഴിവതും പ്രോഗ്രാമിന് വരുന്നതിന് മുമ്പ് തന്നെ സൂമിൽ എൻ്റെ കൂടെ കയറിയിരുന്ന് നിങ്ങളുടെ ബിസിനസ് എന്താണെന്ന് പറഞ്ഞ് ആ ബിസിനസ്സിന് സ്കോപ്പ് എന്താണെന്ന് പറഞ്ഞതിന് ശേഷം അതിന് ചേരുന്ന ഒരു മാർക്കറ്റ് റിസർച്ചിനുള്ള ക്വസ്റ്റനെയർ വാങ്ങിക്കണം. അപ്പം അത് ഓരോന്നിനും ഓരോന്നാണ്, അതുകൊണ്ട് നമുക്ക് ഒരെണ്ണത്തിൽ തന്നെ കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രിപ്പയർ ചെയ്ത് തരണം, നിങ്ങളുടെ പേര് തന്നെ. അങ്ങനെ പ്രിപ്പയർ ചെയ്ത് തന്നതിന് ശേഷം അത് നമ്മൾ മാർക്കറ്റ് റിസർച്ച് വളരെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നടത്തി ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു DPR അഥവാ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് വരുമ്പോഴത്തേക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന് സാധ്യത എന്താണ്, ഫ്ലോപ്പ് ബിസിനസ് എന്തെങ്കിലും ഫ്ലോപ്പിന് സാധ്യതയുണ്ടോ, പടർന്ന് കയറാനുള്ള സാധ്യതയുണ്ടോ, യൂണിക്കോൺ ആകാനുള്ള ചാൻസ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് ഇതിനകത്തുനിന്ന് അറിയാം. അപ്പോൾ അതൊരു 60 പേജ് മുതൽ ഒരു 90 പേജ് വരെ ആവറേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഈ ഒരു 2 കാര്യത്തിൽ ഇപ്പം ഞാൻ കൂടെ ഉണ്ടെങ്കിൽ സഹായിക്കാനായിട്ട് നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ട്സിൻ്റെ ടീമുണ്ട്, അതുപോലെ തന്നെ കമ്പനി സെക്രട്ടറീസ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടൻസ് ഉണ്ട്. ഇവരുടെ 3 കൂട്ടരുടെ സഹായവും നമ്മളിതിലെടുക്കണം. അപ്പോൾ വളരെ അഫോർഡബിൾ കോസ്റ്റില്ലാത്ത നമുക്കത് 3 തീരും. ഇനി പ്രത്യേകിച്ച് എൻ്റെ ഇൻ്റർവെൻഷൻ ഉള്ളതുകൊണ്ട്. എന്നിട്ട് നമ്മൾ പിച്ച് ഡെക്കും തയ്യാറാക്കി, പിന്നെ അത് പ്രസൻറ്റ് ചെയ്ത് അപ്പോൾ ക്ലാസ്സിൽ വെച്ച് പ്രസൻറ്റ് ചെയ്ത്, ഗ്രൂപ്പുകളിൽ പ്രസൻറ്റ് ചെയ്ത് ഒരാൾ പ്രസൻറ്റബിളാണ്, അവരുടെ പ്രോജക്റ്റ് റിപ്പോർട്ടും കൊള്ളാം, അവരുടെ പിച്ച് ഡെക്കും കൊള്ളാം, പ്രസൻറ്റബിളാണ്, പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും 100% ഓക്കെ ആണ്, നീ പ്രൊസീഡ് ചെയ്യൂ എന്ന് നമുക്ക് പറയാൻ ആൾ വേണം. പിന്നെ ആ ഒരു ഇതിന് നിങ്ങൾ എവിടെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്.
അവരുടെ മുന്നേ അവതരിപ്പിക്കുക. അവർ ഫണ്ട് കൊടുക്കാൻ തന്നെ കാത്തിരിക്കുകയാണ്. നല്ല ബിസിനസ് കിട്ടിയിട്ട് അതിന് ഫണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നമ്മളൊരു പുസ്തകത്തിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വയമായിട്ട് പോയി ഫണ്ടിൽ എത്തിച്ചേരാൻ പറ്റില്ല. ഫണ്ടറുടെ അടുത്ത് എത്തിച്ചേരണമെങ്കിൽ തന്നെ, അപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ടെക്നിക്കലായിട്ടുള്ള അറിയാവുന്ന ആരാണ് ജെന്യുവിൻ ആയിട്ടൊരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി തരുന്നത്, ഫണ്ട് കിട്ടാവുന്ന ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി തരുന്നത്, ആരാണ് അതിന് പറ്റിയ പിച്ചിടൊക്കെ ഉണ്ടാക്കി തരുന്നത്, അവിടെ പാലിക്കേണ്ട മര്യാദകളും കാര്യങ്ങളും എല്ലാം, ഇതെല്ലാം കൊണ്ട് നമ്മളൊരു 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നോൺ സ്റ്റോപ്പ്, ഇപ്പോൾ ഉടനെ വരുവാണല്ലോ, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് പഠിക്കുകയാണ്. അതിൽ വരുന്ന എല്ലാവരെയും പരിചയപ്പെട്ട് ഇത് അവതരിപ്പിച്ച് നമ്മുടെ പ്രോജക്റ്റിൻ്റെ വിജയം നമ്മളെല്ലാ ഭാഗവും, അതിനകത്ത് എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ അതെല്ലാം മറ്റുള്ളവർ പറഞ്ഞു തരുന്ന എല്ലാം അനുസരിച്ച് നമ്മൾ മാറ്റങ്ങളും എല്ലാം വരുത്തി. പിന്നെ 4ാമത്തെ ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തോടുകൂടി പ്രോഗ്രാം കഴിയുന്നു. പക്ഷെ ചില ആൾക്കാർക്ക് ഒരു ഈ പ്രസൻറ്റേഷന് ചെറിയ തകരാറോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ഈ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് മാത്രം പർട്ടിക്കുലർലി ബിസിനസ് പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് ഒരു ദിവസം നെക്സ്റ്റ് ഡേ ഫുള്ളായിട്ട്, അപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ ധാരാളം ഉണ്ടാവും, അവർക്കെല്ലാം ഈ ഒരു ദിവസത്തെ പ്രസൻറ്റേഷൻ ടെക്നിക്സ് മുഴുവനും പഠിച്ചിട്ട് അപ്പോൾ പോകാം. പിന്നെ അവർക്ക് ഉടനെ തന്നെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാനും ഫണ്ട് എടുക്കാനും പെട്ടെന്ന് കഴിയുന്ന രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി അന്നേരം വേറൊരു ചെറിയ പ്രശ്നം വരും. ഇന്ത്യക്ക് പുറത്ത് പോയി നമ്മൾ ഫണ്ട് എടുക്കുമ്പോൾ, ഇപ്പോൾ അറബി ഫണ്ട് എടുക്കുകയാണ്, അല്ലെങ്കിൽ UK ഫണ്ടോ US ഫണ്ടോ കനേഡിയൻ ഫണ്ടോ ഒക്കെ ധാരാളം ഫണ്ടുകളുള്ളതാണ്, ഓസ്ട്രേലിയൻ ഫണ്ട്സ്, ഇങ്ങനെയുള്ള നമുക്ക് ഗ്ലോബൽ ഫണ്ടിങ്, ഇൻഡിവിജ്വൽസ് ഫണ്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാം 140 വിവിധ മെത്തേഡിലുള്ള ഫണ്ടിങ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഫണ്ടിങ് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ഹെൽപ്പും കൂടെ കിട്ടുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ലാംഗ്വേജ് ബാരിയർ ഉള്ളവരെ, അപ്പോൾ അവരെ സെപ്പറേറ്റ് ചെയ്ത ഒരു സെപ്പറേറ്റ് കോഴ്സായിട്ട്, ലാംഗ്വേജ് ബാരിയർ എന്നല്ല, ഒരു പക്ഷേ ചിലപ്പോൾ ഇംഗ്ലീഷൊക്കെ കുറച്ച് അറിയാമായിരിക്കും, പക്ഷേ അത് പ്രിസൈസ് ആയിട്ട് പറയാനായിട്ട്, അപ്പോൾ അത് ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 60 മണിക്കൂർ പഠിക്കണം. 60 മണിക്കൂർ പഠിച്ച് പ്രസൻറ്റ് ചെയ്ത് എന്നിട്ടാണ് നമുക്കതാകുന്നത്. അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷിൽ വേണ്ടി വരുന്നവർക്ക് ആവശ്യമുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അതും അധികം താമസിയാതെ തന്നെ ഒരു പ്രോഗ്രാം. പക്ഷേ ഇതെല്ലാം നേരത്തെ നിങ്ങൾ ബുക്ക് ചെയ്താൽ എനിക്ക് ഫെസിലിറ്റി തരാൻ പറ്റുള്ളൂ. പലപ്പോഴും ഒരു പ്രശ്നം പറ്റുന്നത് വെച്ചാൽ ഈ ഹോട്ടൽസിൽ, കേരളത്തിലെ ഹോട്ടൽസ് ഭയങ്കര ടൈറ്റാണ് പ്രോഗ്രാം നടക്കുന്ന ദിവസം. ഇപ്പോൾ അടുത്തിടെ തൃശ്ശൂർ നടന്ന പ്രോഗ്രാമിന് ഞാൻ പോയിട്ട്, പ്രോഗ്രാം നടന്ന ഹോട്ടലിൽ എനിക്ക് റൂം കിട്ടിയില്ല, ഞാൻ വളരെ ഒത്തിരി ദൂരെ പോയാൽ താമസിച്ചത്. അപ്പോൾ നമ്മുടെ പാർട്ടിസിപ്പൻസിന് റൂം കിട്ടണമെന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കുമോ? അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പ്രോഗ്രാമിന് നമ്മൾ വരുന്ന ആൾക്കാർ വളരെ നേരത്തെ തന്നെ നിങ്ങളുടെ റൂം നമുക്കുണ്ടെന്നുള്ളത് ഉറപ്പാക്കണം. കാരണം വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചാൽ ഇത്രയും ആൾക്കാരുമായിട്ട് അടുക്കാനോ അവരുടെ ബിസിനസ്സിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനൊന്നും പറ്റത്തില്ല. പ്രോഗ്രാം മാത്രം നമുക്ക് അറ്റൻഡ് ചെയ്തിട്ട് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൂടെ കണക്ക് കൂട്ടി എത്രയും പെട്ടെന്ന് നിങ്ങൾ പ്രതികരിക്കുക. നമുക്കിപ്പോൾ കേരളത്തിൽ ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും പറ്റുന്നതാണ്. ഹോട്ടൽസ് റൂമില്ല, ഇനി ഇതിൽ കൂടുതൽ ആൾക്കാരെ എടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് വെച്ച് പണ്ട് പോലെ നിർത്താറുണ്ട്. ഒരുപാട് പ്രാവശ്യം അങ്ങനെ പറ്റിയിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ സഫീഷ്യൻ്റ് ആളില്ലാതെ വന്നു കഴിഞ്ഞാൽ ഹോട്ടൽസ് സമ്മതിക്കാതെ വരുമ്പോഴത്തേക്കും നമുക്ക് പ്രോഗ്രാം പോസ്റ്റ്പോൺ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഇതിനത് വേണ്ടി വരത്തില്ല. കാരണം ഫണ്ടിങ്ങിൻ്റെ ആയതുകൊണ്ട് ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും, ആൾക്കാർ എടുത്ത് ചാടും. പക്ഷേ അന്നേരം നമുക്ക് റൂമുകൾ കിട്ടിയില്ല എന്ന് വരും. സോ ആക്ട് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ ഇത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾ ദി ബെസ്റ്റ്.